തന്റെ കുടുംബം തകർത്തതുകൊണ്ടാണ് അയൽവാസികളായ സുധാകരനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതെന്ന് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര. സുധാകരന്റെ കുടുംബത്തെ ആക്രമിച്ചതിൽ തെല്ലും കുറ്റബോധമില്ലെന്നാണ് പോലീസ് കസ്റ്റഡിക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുന്നതിനിടെ ചെന്താമര പറഞ്ഞത്. ചെന്താമരയുമായി ഇന്നും അന്വേഷണ സംഘം വിവിധയിടങ്ങളിലെത്തി തെളിവെടുപ്പ് പൂർത്തീകരിച്ചു. പോത്തുണ്ടി ബോയനഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഭാര്യ സജിതയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ അയൽവാസി ചെന്താമരയ്ക്ക് കോടതിയിലോ തെളിവെടുപ്പിനിടയിലോ ഒരിക്കൽ പോലും ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ പോലീസ് ഇന്ന് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജയിലിലേക്ക് മാറ്റുന്നതിനിടയിൽ കുറ്റബോധമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെന്താമരയുടെ മറുപടി ഇങ്ങനെ: കുറ്റബോധമല്ല, എന്റെ കുടുംബത്തിനെ നശിപ്പിച്ചു, അതറിയില്ല നിങ്ങള്. 2010 വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല. മകള് എഞ്ചിനീയറാണ്, അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്ഷര ഫൗണ്ടേഷൻ പഠിപ്പിക്കണം, അക്ഷര ഫൗണ്ടേഷൻ എത്തിക്കണം അവളെ. ഇനി ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തിറങ്ങണമെന്ന മോഹം തനിക്കില്ലെന്നാണ് ചെന്താമര അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. പോത്തുണ്ടിയിലെ തന്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊടുവാള് എലവഞ്ചേരിയിലെ കത്തി നിർമ്മാണശാലയിൽ നിന്നാണ് ചെന്താമര വാങ്ങിയത്. ഇവിടെ എത്തിച്ചും അന്വേഷണ സംഘം ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തി. നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞാലും ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട്, അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. കത്തികൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മളിപ്പോൾ ഒരു ഉരുക്കിൻ്റെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷ്ണം കൊണ്ട് കൊടുത്താലും ഒരു പുതിയ കത്തി ഉണ്ടാക്കി തരുന്ന ഒരു സംഭവം അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവിടെ എല്ലാം ഇവിടെ വിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ അത് ഐഡന്റിഫൈഡ് ചെയ്തതാണ്. തെളിവെടുപ്പിനിടെ കേസിൽ ആവശ്യമായ എല്ലാ തെളിവുകളും ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ ചെന്താമരയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത്. റിപ്പോർട്ടർ, പാലക്കാട്.